വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ച ചെയ്യാനുള്ള പാർലമെന്റിന്റെ 3 ദിവസത്തെ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പോടെ ബില്ല് സഭയിൽ അവതരിപ്പിച്ചു. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം പുനഃക്രമീകരിച്ച് വനിതാ സംവരണം നടപ്പാക്കാനുള്ള നീക്കം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ് എന്ന ശക്തമായ എതിർപ്പാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. 2023 ലോക്സഭയിലും നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന ബിൽ ഇരുസഭകളും പാസാക്കിയിരുന്നുവെങ്കിലും നടപ്പായിരുന്നില്ല. എന്നാൽ മണ്ഡല പുനർനിർണയം ലക്ഷ്യമിട്ടുള്ള ഭേദഗതിയാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് വിമർശനം. 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയം നടത്തിയാൽ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയുണ്ടാകും. ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷയാണിതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ ഘട്ടത്തിൽ ആശങ്കപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കുള്ള സംസ്ഥാനം എന്ന നേട്ടം കരസ്ഥമാക്കിയ കേരളമാണ്. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. ജനസംഖ്യ നിയന്ത്രിച്ചതാണോ കേരളം ചെയ്ത തെറ്റ്? മണ്ഡല പുനഃക്രമീകരണം 25 വർഷത്തേക്ക് മരവിപ്പിക്കാൻ 1976 2001 തീരുമാനിച്ചത് ജനസംഖ്യാ നിയന്ത്രണം എന്ന കാരണം പറഞ്ഞായിരുന്നു. അതായത് ജനസംഖ്യാ നിയന്ത്രണം എല്ലാ സംസ്ഥാനത്തും മികച്ച രീതിയിൽ നടപ്പാക്കണമെന്നാണ് അന്ന് പറഞ്ഞത്. 1951 കണക്കെടുത്താൽ ജനസംഖ്യയിലെ ശരാശരി 7.38 ലക്ഷം പേർക്ക് ഒരംഗം എന്നതായിരുന്നു ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം. 1971 അത് ഓരോ അംഗവും 10.58 ലക്ഷം പേരുടെ പ്രതിനിധി എന്ന നിലയിലായി. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം പേർക്ക് ഒരംഗം എന്ന് കണക്കാക്കിയാൽ 1211 സീറ്റെങ്കിലും വേണം. ഇപ്പോഴത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 1400-ലേറെ സീറ്റുകൾ വേണ്ടി വന്നേക്കും. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ എടുത്താൽ നിലവിലെ കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ അധികമാണെന്ന വിലയിരുത്തലും ഉണ്ടായേക്കാം. ഏതായാലും ലോക്സഭയിൽ പരമാവധി 850 സീറ്റ് എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ തയ്യാറാക്കി മണ്ഡലം പുനർനിർണയിക്കുക എന്നത് കേന്ദ്രത്തിന് വെല്ലുവിളിയാകും. ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം 2001 കേരളത്തിലെ കുട്ടികളുടെ ജനസംഖ്യ മൊത്തം ജനസംഖ്യയുടെ 15.9% 2011 13.5%. 1971 31.1% ജനന നിരക്ക് 2023 11.06 താഴ്ന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ജനസംഖ്യാ വർധനവ് വെറും 4.86% മാത്രമാണ്. 2036 ആകുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യ 3.69 കോടിയായി വർദ്ധിക്കുമെങ്കിലും ജനന നിരക്ക് കുറയുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം കൂടുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കേരളത്തിലെ ജനസംഖ്യ 2041 വരെ മാത്രമേ ഉയരൂ എന്നും പിന്നീട് കുറയുമെന്നുമാണ് വിവിധ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, സ്ത്രീ ശാക്തീകരണം എന്നിവയിലൂന്നിയ സാമൂഹിക മാറ്റങ്ങളിലൂടെയാണ് കേരളം ജനസംഖ്യാ നിയന്ത്രണത്തിൽ ഈ നേട്ടം കൈവരിച്ചത്. കേരളത്തിലെ ഉയർന്ന വിദ്യാഭ്യാസം സ്ത്രീകളെ സ്വന്തം കുടുംബത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പ്രാപ്തരാക്കി. മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങളിലൂടെ ശിശുമരണ നിരക്ക് ഗണ്യമായി കുറച്ചു. ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചുള്ള അവബോധവും സൗജന്യ സേവനങ്ങളും ജനസംഖ്യാ നിയന്ത്രണത്തിൽ കേരളത്തിൽ നിർണായകമായി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിൽ 543 നിന്ന് 850 കൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം കേരളത്തിനും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും നഷ്ടമുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. ഓരോ സംസ്ഥാനത്തിനും 50% വർധനവ് വരികയാണെങ്കിൽ കേരളത്തിൽ 10 സീറ്റ് വർദ്ധിക്കും. അതേസമയം ഉത്തർപ്രദേശിലോ 80 നിന്ന് സീറ്റ് എണ്ണം 120 ആകാനും ബീഹാറിൽ 40 നിന്ന് 60 വരാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പാർലമെന്റിലെ കേരളത്തിന്റെ ആകെ പ്രാതിനിധ്യം 3.7% നിന്ന് ഏകദേശം 2.22% കുറയാനിടയാകും. നിലവിലെ 543 സീറ്റ് നിലനിർത്തി ജനസംഖ്യാടിസ്ഥാനത്തിൽ മാത്രം പുനർവിഭജനം നടത്തിയാൽ കേരളത്തിലെ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ളതിനേക്കാൾ കുറയുകയും ചെയ്യും. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന സംസ്ഥാനങ്ങൾക്ക് സംയുക്തമായി സീറ്റുകൾ 42 നിന്നും 59 ഉയരുമെങ്കിലും പ്രാതിനിധ്യത്തിൽ 0.8% കുറവുണ്ടാകും. ഇനി ഒഡീഷ, പശ്ചിമ ബംഗാൾ ഈ സംസ്ഥാനങ്ങൾക്കും പ്രാതിനിധ്യത്തിൽ യഥാക്രമം 0.5, 0.2 എന്നീ ശതമാനങ്ങളുടെ കുറവ് സംഭവിക്കാം.
ചുരുക്കത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം 22.1% നിന്ന് 25.1% ഉയരുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടേത് 20.1% നിന്ന് 18% കുറയും. വനിതാ സംവരണം ഉടനെ നടപ്പാക്കേണ്ടതില്ല എന്ന് 2023 കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. നിലവിലെ 543 സീറ്റിൽ 33% സ്ത്രീകൾക്കായി മാറ്റിവെച്ച് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ നടത്താമായിരുന്നു. അത് അന്ന് നടപ്പാക്കാതെ ഇപ്പോൾ ലോക്സഭാ മണ്ഡല വർധനവുമായി കൂട്ടിക്കെട്ടി അവതരിപ്പിക്കപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. വനിതാ സംവരണ ഭേദഗതി ബിൽ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് പാർലമെന്റിൽ വോട്ടിനിടുക. ബില്ലിന് മുൻപായി സർവകക്ഷി യോഗം വിളിക്കാനോ സമവായമുണ്ടാക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട്. ലോക്സഭയിലെ സീറ്റെണ്ണം 850 ഉയർത്തി വനിതാ സംവരണം നടപ്പാക്കണമെങ്കിൽ പാർലമെന്റിലെ ഇരുസഭകളിലും കേവല ഭൂരിപക്ഷത്തിന് പുറമെ വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷവും വേണം. പാർലമെന്റിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം അടക്കം മാറുന്നതിനാൽ ഇതിന് പുറമെ പകുതി സംസ്ഥാനങ്ങളുടെ എങ്കിലും അനുമതിയും വേണം. പകുതിയിലധികം സംസ്ഥാനങ്ങളിൽ BJP ഭരണമുള്ളതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളുടെ അനുമതി സർക്കാരിന് പ്രശ്നമായേക്കില്ല. ഒരു സംസ്ഥാനത്തിനും നിലവിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടില്ലെന്നും ആകെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ എല്ലാവർക്കും ആനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. പാർലമെന്റിൽ നടക്കുന്ന വോട്ടെടുപ്പും സംസ്ഥാനങ്ങളുടെ നിലപാടും ഇന്ത്യയുടെ ഭരണഘടനാ ചരിത്രത്തിൽ തന്നെ അതിനിർണായകമാകും. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.